എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളുടെ ചാനൽ പുതിയൊരു ചാനലാണ്, ഒട്ടും വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കാരണം എൻ്റെ ചാനൽ നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് 210 സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് വന്നിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക താഴെ. കാരണം എനിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ കൂടിയ ഓരോ സബ്സ്ക്രൈബേഴ്സും ഞാൻ ഈ പറയാൻ പോകുന്ന ടിപ്പുകൾ കാരണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കാണുമ്പം എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ചാനൽ തുടങ്ങിയത് എൻ്റെ ഡെലിവറി ടൈം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത്, ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ചെയ്തു തുടങ്ങിയതാണ്. മോളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഉണ്ടാകുമ്പോൾ ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുഞ്ഞുങ്ങളുള്ളവരാണ്, കുഞ്ഞുങ്ങളുടെ വീഡിയോ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, അറിയുന്നവർ ഈ പോർഷൻ ഒന്ന് സ്കിപ്പ് ചെയ്യണേ. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, കുട്ടികളുടെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസ് കൂടാനൊക്കെ സാധ്യത കുറച്ച് കുറയും, കൂടുകയും ചെയ്യും, ചില കേസിൽ കൂടും. അപ്പം നമ്മൾ കുട്ടികളുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ കുപ്പായൊന്നും ഇടാത്ത, ഡ്രസ്സൊന്നും കുഞ്ഞുങ്ങളല്ലേ എന്ന് വിചാരിച്ച് കുപ്പായൊന്നും ഇടാത്ത വീഡിയോ ആണ് നിങ്ങൾ ഇടുന്നെങ്കിൽ അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, അതിന് വ്യൂസ് കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ, കുഞ്ഞുങ്ങളെ വീഡിയോസ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളൊരു ഓപ്ഷനും നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളൊരു ഓപ്ഷനും യൂട്യൂബിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്തായിരുന്നു വീഡിയോ ഇട്ട് നോക്കിയത്. പക്ഷേ ഞാനത് പബ്ലിക് ആക്കാതെ വെച്ചു, ഇടണം വേണ്ടതെന്നൊക്കെ ആലോചിച്ച് വെച്ചു. എനിക്ക് ആ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ പോയി, കൺസിസ്റ്റൻസി ഒട്ടും ഇല്ലായിരുന്നു. പിന്നെ ഞാനൊരു 2-3 മാസം കഴിഞ്ഞ് വിഷുവിനൊരു വീഡിയോ എടുത്തു, അതിട്ടു. പിന്നെ വരുന്നത് ഓണത്തിനാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സാധനം വേണം. നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ നമുക്കത് ഇടാൻ പറ്റണം. ദിവസം ഇടണം. നമ്മൾ ദിവസം ഇടുന്നതിനനുസരിച്ചാണ് മറ്റുള്ള എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോയുടെ സജഷനും ഒക്കെ, റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ചാനൽ സജഷനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി വേണം. അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആക്റ്റീവായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് 2025 മാർച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. മാർച്ച് ഒരു ലാസ്റ്റ്, ഏപ്രിൽ 1 മുതലാണ്. പക്ഷേ അതിന് മുന്നേ ഞാൻ ഇടാറുണ്ടായിരുന്നു. അങ്ങനെ ഇട്ടിട്ടാണ് എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് ആയത്. അതായത് 2025 മാർച്ച് വരെ എനിക്കുണ്ടായിരുന്നത് 100 സബ്സ്ക്രൈബേഴ്സാണ്. 2025 ഏപ്രിൽ മുതലാണ് ഞാൻ ഡെയിലി ബേസിസിൽ, അല്ല എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഷോർട്സ് ഇടാൻ തുടങ്ങിയത്. വീഡിയോസ് അല്ല, ഷോർട്സാണ് ഇടാറുണ്ടായിരുന്നത്. ഷോർട്സ് ദിവസം ഇടാറുണ്ടായിരുന്നു. പറ്റുന്ന ദിവസങ്ങളിൽ 2 എണ്ണമൊക്കെ ഇടാറുണ്ടായിരുന്നു. അങ്ങനെ ഇട്ടിട്ട് എനിക്കിപ്പോൾ നിലവിൽ നിങ്ങൾ ഇത് കാണുമ്പോൾ, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം ഞാൻ 81 ഷോർട്സ് ഇട്ടിട്ടുണ്ട്. 81 വീഡിയോസാണ് എൻ്റെ ചാനലിൽ കിടക്കുന്നത്. നിങ്ങൾ കാണുമ്പം എൻ്റെ ചാനലിൽ എത്ര വീഡിയോസ് ആയി എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം അതിൻ്റെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിലും കാണും. അപ്പം അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഏപ്രിൽ മുതൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഷോർട്സ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഏപ്രിൽ 1 മുതൽ മെയ്, ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മെയ് 6 മെയ് 6 വരെ എനിക്ക് ആയിട്ടുള്ളത് 211, മൊത്തം 211 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളത് ഷോർട്സിൽ നിന്നാണ്, ഷോർട്സിൻ്റെ വ്യൂസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഒന്നാമത് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ഡെയിലി ബേസിസിൽ ഷോർട്സ് ഇടുക. ഷോർട്സിൽ നിന്നാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വരിക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ടാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫ്രണ്ട്സിനോട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് 40-60 ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ. കാരണം അവരെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയെന്ന് ചോദിച്ചാൽ കൂടി, പക്ഷെ അവർ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സോ വീഡിയോസോ കാണാൻ ചാൻസ് കുറവാണ്. നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ അവർ നമ്മളോടുള്ളൊരു ഇഷ്ടം കൊണ്ടോ ബന്ധം കൊണ്ടോ ആയിരിക്കാം ചിലപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ബെല്ലൈക്കൺ പോലും അവർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവരൊരു കമൻറ്റ് ചെയ്യുന്നുണ്ടാവില്ല, ലൈക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയണ്ടാവില്ല. അപ്പം അതിനേക്കാൾ എപ്പോഴും ബെറ്റർ നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഷോർട്സിന് നിങ്ങൾ കാണാം. നിങ്ങൾ ഷോർട്സിനകത്ത് നിങ്ങൾ അനലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവും എത്ര സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഡെയിലി ബേസിസിൽ ഈ ഷോർട്സ് ഇട്ടത് വഴിയാണ് എനിക്കൊരു മാസത്തിൽ ഈ ഒരു 110 സബ്സ്ക്രൈബേഴ്സിൻ്റെ അത്രയും ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് കൂടിയിട്ടുള്ളത് ഷോർട്സ് വഴിയും പിന്നെ ഞാൻ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ടുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ അടുത്തു നിന്നുള്ള ബെനിഫിറ്റ്സ് കുറവാണ്.
അപ്പോൾ നിങ്ങൾ അത് ചെയ്യാണ്ടിരിക്കുക. പിന്നെ വന്നിട്ടുള്ളത് ലൈവ് സ്ട്രീംസ് ഉണ്ടാവും. നമ്മൾ രാത്രിയൊക്കെ നോക്കിയാൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് ലൈവ് ഓണാക്കി വെച്ചിട്ട് അങ്ങനെയായിരുന്നു ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ലൈവ് കാണുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ദിവസം കണ്ടു നോക്കും. അപ്പം ചില ലൈവുകൾ നമുക്ക് കുടുംബം പോലെയൊക്കെ തോന്നും. ചില ലൈവ് ഞാനൊരു ലൈവ് മാത്രമേ കണ്ടിട്ടുള്ളൂ, പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഒരേ ലൈവ് മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു കഴിഞ്ഞ മാസം ഏപ്രിലിൽ. ആ ലൈവിൽ നിന്നാണ് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നില്ല, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, അവർ ലൈവിൽ പോയിട്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് നമുക്കൊരു ബോണ്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ബോണ്ടും ഉണ്ടായിട്ടുണ്ട്. അത് നല്ലതാണ്, വളരെ നല്ലതാണ് യൂട്യൂബിലൊക്കെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി വന്നിട്ടുള്ളത്. പിന്നെ ഷോർട്സ് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഷോർട്സ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെ കാര്യങ്ങളോ ചെയ്യാൻ പറ്റാത്തവരാണ്, തുടക്കക്കാരാണ്, പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഫേസ് കാണിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫേസ് കാണിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് ആപ്പ് ഉണ്ടല്ലോ, പിൻട്രസ്റ്റ് ആപ്പിൽ പോവുക. അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ഇപ്പോൾ ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് ഇടാനും ലോങ് വീഡിയോസ് ആയിട്ട് ഇടാനും പറ്റിയ വീഡിയോസ് ഉണ്ടാവും അതിനകത്ത്, നേച്ചർ റിലേറ്റഡ് അല്ലെങ്കിൽ പലതുമായിട്ടുണ്ടാകും. ആ ഒരു വീഡിയോസ് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ Pinterest downloader.com എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രോമിലുള്ളൊരു സൈറ്റ് ഉണ്ട്, pinterestdownloader.com. ആ ഒരു ആപ്പ് കയറുക, നിങ്ങൾ അതിനകത്ത് ഈ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഡൗൺലോഡ് ആയി കിട്ടും. പിന്നെ ഇൻഷോട്ട് പോയിട്ട് നിങ്ങൾ സൗണ്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ ഓൺ വോയിസ്, നിങ്ങൾക്ക് വോയിസ് കാണിക്കുന്ന പ്രശ്നമല്ല, പക്ഷേ നിങ്ങളുടെ ഫേസ് കാണിക്കാനാണ് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ നിങ്ങൾക്ക് ഷോർട്സും ഉണ്ടാക്കാൻ പറ്റും, ലോങ് വീഡിയോസും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് ഷോർട്സ് ചെയ്യണം, പക്ഷേ കണ്ടൻറ്റ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ, നിങ്ങളുടെ സ്വന്തം കണ്ടൻറ്റ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഡെയിലി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇൻസ്റ്റാഗ്രാം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോകുന്നു, നമ്മൾ ഇതറിയാത്തവർക്ക് വേണ്ടിയാണ്, അറിയുന്നവർ ഇതൊന്ന് സ്കിപ്പ് ചെയ്യണം കേട്ടോ. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ കയറുക, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ, ഞാനതാണ് ചെയ്യുന്നത്, വീഡിയോ കോപ്പി ചെയ്യുക, ഇൻസേവർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിനകത്ത് പോയിട്ട് പേസ്റ്റ് ചെയ്യുക, ആ വീഡിയോ ഫോണിലേക്ക് ഡൗൺലോഡായി കിട്ടും. പിന്നെ അതിൻ്റെ ഞാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ എൻ്റെ വീഡിയോസ് ഷോർട്സ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഷോർട്സ് ചെയ്തിരിക്കുന്ന രീതി ചെയ്യാൻ എളുപ്പമാണ്. ആ ഒരു വീഡിയോൻ്റെ ഫസ്റ്റ് 2 to 3 സെക്കൻഡ്സ് നിങ്ങളൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയലോഗ് ഏതെങ്കിലും, അതായത് വെച്ചാൽ ഇൻഷോട്ടിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷോട്ടിൽ പോയിട്ട് ഈ വീഡിയോയുടെ ഫസ്റ്റ് 3 സെക്കൻഡ്സ് കട്ട് ചെയ്തിട്ട് ബ്ലാങ്ക് പേജിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഷോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറൻ്റ്ലി ഞാൻ ചെയ്തിട്ട് എനിക്ക് വ്യൂസ് കിട്ടാറുണ്ട്, എനിക്ക് 1000-2000 ഒക്കെ വ്യൂസ് കിട്ടാറുണ്ട്. അത് മതിയോയെന്ന് ചോദിച്ചാൽ അത് പോരാ, പക്ഷേ ഒരു 211 സബുള്ളൊരു ചാനലിൽ ഒരു ഷോർട്ടിന് 1000-2000 വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ചില്ലറ കാര്യമല്ല. അപ്പം ആ ഒരു എഫേർട്ടിനുള്ളൊരു വ്യൂസ് അതിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിനുള്ളൊരു ഉത്തരമായി, നിങ്ങൾക്ക് Pinterest വഴിയിട്ട് കിട്ടും, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയും കിട്ടും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി കിട്ടും എന്ന് പറഞ്ഞാലും ചിലതിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 81 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 2-3 എണ്ണത്തിന് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ല, കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ഷോർട്സ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് ഒരു 5 സെക്കൻഡ്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 1 മിനിറ്റ് വെയിറ്റ് ചെയ്തോളൂ, അതിനകത്ത് കാണിക്കും എന്തെങ്കിലും രീതിയിലുള്ള കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കോപ്പിറൈറ്റോ ഒക്കെ ഉണ്ടാകുമെന്ന് കാണിക്കും, ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പേടിയുള്ളവരാണെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ 81 വെറും 2-3 എണ്ണം അങ്ങനെ വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം റീച്ച് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോങ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഷോർട്സിനാണെങ്കിൽ സോങ്സ് സെലക്ട് ചെയ്യുമ്പം വൈറലായിട്ടുള്ള സോങ്സിൻ്റെ സജഷൻ യൂട്യൂബിൽ തന്നെ ഉണ്ടാകും. അതിൻ്റെ ഒരു ഡൗട്ട്, നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ ഒന്ന് നോക്കുക. അതിനകത്ത് 19K വ്യൂസ് ഉള്ളതും അതുപോലെ 13K വ്യൂസ് ഉള്ളതും അതുപോലെ 8K വ്യൂസ് ഉള്ളതൊക്കെയുള്ള ഷോർട്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറലായിട്ടുള്ള സോങ് ഏതാണോ ആ സോങ്ങാണ് ഷോർട്ടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോഴേ വ്യൂസ് കയറുള്ളൂ. നിങ്ങൾ ഷോർട്സ് ചെയ്ത് വ്യൂസ് കയറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും കൂടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാം, അതുപോലെ തന്നെ ലൈവിൽ കയറിയിട്ട്
നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ലൈവുകൾ കാണാൻ നോക്കുക. അവരോടൊക്കെ നല്ലൊരു ബന്ധം വെച്ച് പുലർത്തുക. ഒരിക്കലും ബാക്ക് സ്റ്റാബ് ചെയ്യരുത് നിങ്ങൾ. അപ്പോൾ നമ്മളോട് ഒരാൾ ആത്മാർത്ഥത കാണിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾ ആ ആത്മാർത്ഥത തിരിച്ചും കാണിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ചാനൽ പുതിയതാണെങ്കിൽ പോലും 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ ഈ ലൈവ് ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്, ലൈവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 50 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് ലൈവ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് പോയിട്ട് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ അന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. 24 hours കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ന് എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആയാൽ നാളെ മുതൽ എനിക്ക് ലൈവ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ലൈവ് ചെയ്തപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം വെച്ച് നോക്കുമ്പോൾ ഞാൻ 3 ലൈവുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പണ്ടേ ചെയ്യാമായിരുന്നു, പക്ഷേ എനിക്ക് പറഞ്ഞ പോലെ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾ ലൈവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ലൈവ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടും. അപ്പം ലൈവ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഇനി ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളോ ആപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ വേറൊരു ആപ്പ് ഉണ്ട്. അതായത് വാച്ച് അവർ ആണല്ലോ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഷോർട്സ് വഴിയും ഈ ലൈവുകൾ ചെയ്യുന്നത് വഴിയൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടും. പക്ഷേ വാച്ച് അവർ കൂടിയിട്ടില്ലേ കാര്യമില്ലല്ലോ. അപ്പോൾ വാച്ച് അവർ കൂടാൻ വേണ്ടി 2 ആപ്പുകളുണ്ട്. ആ 2 ആപ്പുകൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ട് തരാം. 2 ആപ്പുകളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും പേഷ്യൻസ് എടുത്ത് എൻ്റെ ഈ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് വെക്കുക. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.